നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം ഒന്ന് നടക്കാനായിട്ട് പോകുന്നേ. ഒടുവില് കൃഷ്ണമംഗലത്ത് വലിയ ചർച്ച നടക്കുവാണ്. അങ്ങനെ ചർച്ച നടക്കണ സമയത്ത് ഇന്ദിരാമ്മ പറഞ്ഞു, അതെ, കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ ഇത്രയും വരെയായി. ഇനിയിപ്പം അലോകിന്റെ അനുസരിയുടെ വിവാഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. ബാലിനൊക്കെ കൂടി ആലോചിച്ച് നടത്തണമെന്ന് പറഞ്ഞു. ആ സമയം അച്യുതൻ പറഞ്ഞു, വിവാഹം നടക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല, നടത്തുന്നോണ്ടും പ്രശ്നമില്ല. പക്ഷേങ്കില് ഇവളിവിടെ ഭാര്യയായിട്ട്, അലോകിന്റെ ഭാര്യയായിട്ട് അലോക് പറയുന്നതൊക്കെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വിവാഹം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അതെ, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്റെ ഭാര്യയായിട്ട് ഇവിടെ നീ നിൽക്കണം. അല്ലാതെ നിന്റെ തോന്നിയാസം പോലെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. ആ സമയം രാജശ്രീ പറഞ്ഞു, അത് മാത്രമല്ല, അടുക്കള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടുക്കള ജോലികളൊക്കെ ചെയ്യണം. അല്ലാതെ ചുമ്മാ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി എന്നിട്ട് ചോദിച്ചു, അല്ല, ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആന്റിന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, മോളെ, ഇത് ഡിമാൻഡുകളൊന്നും അല്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഓരോരുത്തരും അവരുടെ ഡിമാൻഡുകൾ പറഞ്ഞു. പക്ഷേ എനിക്ക് സമ്മതം, പക്ഷെ എനിക്കും കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞല്ലോ, ഭാര്യയായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന്, ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് കഴിയണമെന്ന്. അതുപോലെ തന്നെ തിരിച്ച് ഭാര്യ പറയുന്ന കാര്യങ്ങളും ഭർത്താവ് കേൾക്കണം. അലോക് മാത്രമല്ല, അച്യുതൻ രാജശ്രീയൊക്കെ ഞെട്ടി. കാരണം പരസ്പരം രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഭർത്താവ് ഭാര്യ വീട്ടുകാരെ പറയുന്ന ചീത്തയെല്ലാം കേട്ട് ഭാര്യ വെറുതെ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കാൻ പറ്റുമൊന്നുമില്ല. എന്റെ വീട്ടുകാരെ കുറെ ചീത്തയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതിനുള്ള ശിക്ഷയും കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇനി അത് നടക്കില്ല. എന്നാലും ഞാൻ അലോകിന്റെ വീട്ടുകാരെ ഒരക്ഷരം പോലും ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല. അതൊന്നും നടക്കില്ല. പിന്നെ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, വീട്ടു ജോലി ചെയ്യുന്നതിനെ കുറിച്ച്. ഇന്നത്തെ കാലത്തെ സുപ്രീം കോടതി വിധി വരെ വന്നിട്ടുണ്ട്. ഭാര്യ തന്നെ അടുക്കള കിടന്ന് ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ജോലി ചെയ്തോളാം, എനിക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്റെ കൂടെ ഭർത്താവായ അലോകം ഉണ്ടായിരിക്കണം. ഞാൻ ജോലി ചെയ്യണോ നിന്റെ കൂടെ അടുക്കളയിലോ? പിന്നല്ലാതെ. അച്യുതനൊക്കെ കാരണം തടിയേറ്റ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം അല്ലേ? ഭാര്യ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഭർത്താവും ജോലി ചെയ്യാം. ഇനിയിപ്പം ആ ജോലി ഞാൻ തന്നെ ചെയ്യുന്നെങ്കിലേ 30,000 രൂപയെങ്കിലും എനിക്ക് തരേണ്ട വരും. അതൊരു ചെറിയ കുടുംബത്തിൽ ഇതാണെങ്കിൽ, ഇവിടെ ആളെ എണ്ണം കൂടുതലാണല്ലോ, അതുകൊണ്ട് 50,000 രൂപ വെച്ചെങ്കിലും എനിക്കൊരു മാസം സാലറി ആയിട്ട് തരേണ്ട വരും. ഇതൊക്കെ സുപ്രീം കോടതിയുടെ വിധി വയ്ക്കുക. ചുമ്മാ ഭാര്യ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നവളല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അലോക് പറഞ്ഞു, നീ ആള് കൊള്ളാലോടി, നിനക്ക് പൈസ തന്നാൽ മാത്രമേ നീ ജോലി ചെയ്യുള്ളല്ലേ, പിന്നല്ലാതെ. അലോകം കഴിക്കുന്നതല്ലേ, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ അങ്ങനെയാ, അല്ലാതെ ചുമ്മാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. വെറുതെ പറയുന്ന പോലെ അങ്ങനെ താലിയും കെട്ടി ഭാര്യ അടുക്കളയിലിട്ട് ജോലിയും ചെയ്യിച്ച് ഭർത്താവിന്റെ അടിമയായിട്ട് കഴിയായിരുന്നു. എന്നെ കിട്ടത്തൊന്നുമില്ല. ഇതൊക്കെ സമ്മതമാണെങ്കിൽ മതി. അച്യുതൻ പറഞ്ഞു, ഓഹോ, നീ ആള് കൊള്ളാലോ, നീ എന്തൊക്കെയാടി പറയണെന്ന് ചോദിച്ചു. ആ സമയത്ത് അനന്തും പറഞ്ഞു, എന്താ അവള് പറഞ്ഞതിലൊരു തെറ്റ്? അവള് പറഞ്ഞാലും ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അച്ഛനും പറഞ്ഞു, ഏട്ടാ, അതെ, ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. അവള് പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യം തന്നെയാ എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ദേവമംഗലത്തുനിന്ന് ബാലൻ ഇറങ്ങുന്നത്. ബാലേട്ടാന്നും പറഞ്ഞ് ഗോമതിയൊക്കെ പിന്നാലെ ചെന്നു. ബാലനാണെങ്കിൽ സങ്കടവും ദേഷ്യമായിരുന്നു. തന്റെ മോളോട് ചതി ചെയ്തവനെ വെറുതെ വിടല്ല. അനുവെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് കൃഷ്ണമംഗലത്തേക്ക് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം തന്റെ മോളുടെ ജീവിതം അലോകം നശിപ്പിച്ചു. അതറിഞ്ഞു കഴിഞ്ഞപ്പോ ബാലിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ബാലൻ അനുമോളെ എന്ന് വിളിക്കുമ്പോഴത്തേനും അനു ഞെട്ടിത്തിരിച്ച് നോക്കുകയാണ്. തന്റെ അച്ഛൻ വന്നെന്നുള്ള കാര്യം മനസ്സിലായി. അനു പെട്ടെന്ന് അവിടുന്ന് അകത്തുനിന്ന് ഓടി ഇറങ്ങി മുറ്റത്തേക്ക് വരുവാണ്. കൂടെ ബാക്കിയുള്ളവരും കൂടെ വന്നു. ഒരു നിമിഷം അനുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി ബാലിന്റെ. അങ്ങനെ ബാലിന്റെ മുന്നിലേക്ക് അനു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ സങ്കടത്തോടു കൂടി ചോദിച്ചു, മോളെ, നീ എന്താ ഇതൊക്കെ പറയാതിരുന്നേ? നീ എന്താ അത് മറച്ചു വെച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അനുവിനോട്. അനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അനുവിന് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആരുടെയും കണ്ണ് നനയിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് നടന്നേ. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല, സത്യമാണോ മോളെ? നീ തന്നെയാണോ ആ താലിച്ചരട് നിന്റെ കഴുത്തെ കെട്ടിയത്? അതെ അച്ഛാന്ന് പറഞ്ഞു. എന്തിനാ മോളെ അങ്ങനെ ചെയ്തേ? നീ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത്? എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായെന്നൊക്കെ ചോദിച്ചു. അച്ഛാ, എന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലായിരുന്നു. എന്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും നാണം കെടുത്താനായിട്ട് അലോക് ചെയ്ത പരിപാടിയാ. അപ്പൊ അവനോട് പ്രതികാരം ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മോളെ, അതുകൊണ്ട് നീ എന്ത് നേടി? നിന്റെ ജീവിതം നീ തകർത്ത് കളഞ്ഞില്ലേ? നിനക്ക് വേണ്ടിയിട്ട് നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിരുന്നോ? നീ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു,
പക്ഷേങ്കില് നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ഓർത്തോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുവൊന്നും മിണ്ടാതെ നിൽക്കുക. ആ സമയം ബാലൻ പറഞ്ഞു, എന്നാലും മോളെ. അപ്പോഴേക്കും അച്യുതൻ ഇടയ്ക്കിലേക്ക് കയറി. ഓഹോ, അപ്പം നീ നിന്റെ കുടുംബത്തിനോട് കൂറ് കാണിക്കുകയോ ചെയ്തില്ലേ? ഞങ്ങളോടുള്ള പ്രതികാരമായിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നേലേ. നീ ആള് കൊള്ളാലോടി. വെറുതെ അല്ല. എന്നിട്ട് നീ എന്റെ മോന്റെ ജീവിതം തല്ലിക്കിടത്താൻ നോക്കി. ആ സമയത്ത് ബാലൻ പറഞ്ഞു, മിണ്ടരുത് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മോളോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിണ്ടിയാ താൻ എന്ത് ചെയ്യും? പ്രതികാര ബുദ്ധിയായിട്ട് തന്റെ മോൾ ഇങ്ങോട്ട് കയറി വന്നേ. അപ്പോഴേക്കും ബാലൻ അച്യുതന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മിണ്ടരുതെന്നല്ലേ തന്നോട് പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് മുഖത്തേക്ക് അങ്ങോട്ട് കൈ ചൂണ്ടുവാണ്. ഇന്ദിരാമ പറഞ്ഞു, എടാ അച്യുതാ, മിണ്ടാതിരിയടാ. അവൻ അവളുടെ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവന്റെ മോളോട് അവര് സംസാരിക്കട്ടെ, അതിന്റെ ഇടയ്ക്കിലേക്ക് നീ കയറേണ്ട കാര്യമില്ല. നീ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞ് അച്യുതനെ വിളിച്ചു. അച്യുതൻ ഒന്നടങ്ങി. ആ സമയം ബാലൻ പറഞ്ഞു, എന്തിനാ മോളെ നീ നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയത്? എവനോടൊപ്പം പോയി നിന്റെ ജീവിതം കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലൻ പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല. ബാലൻ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഇന്ദിരാമ പറഞ്ഞു, ബാല, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അലോകിന്റെ ഭാര്യയായിട്ടല്ല അനു ഇവിടെ ഉണ്ടായിരുന്നേ. ഇനി അവരുടെ വിവാഹം നമുക്ക് നടത്താം. നമുക്ക് രണ്ടു കൂട്ടർക്കും ആലോചിച്ച് വിവാഹം അതിഗംഭീരമായിട്ട് നടത്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അമ്മേ, അത് ബാല, തെറ്റ് പറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും തെറ്റും കാര്യങ്ങളൊക്കെ പറ്റും. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം നോക്കുവാണ്. അലോകുമായിട്ടുള്ള കല്യാണോ? ആ സമയത്ത് ആരും പറഞ്ഞു, അതൊന്നും നടക്കില്ല. അവനെ പോലുള്ള ഒരുത്തന്റെ കൂടെ എന്റെ പെങ്ങള് ജീവിക്കാനായിട്ടോ ഈ ജന്മത്തിൽ നടക്കില്ല. അവൻ പക്ക ഫ്രോഡാണ് അലോക്. ആ സമയത്ത് ആകാശ് പറഞ്ഞു, നിങ്ങളെയൊക്കെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ പെങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. എന്റെ പെങ്ങളെ ഞങ്ങൾക്ക് വേണം. അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുത്തനും വിട്ടുകൊടുക്കാൻ ഞങ്ങള് തരത്തുമില്ല. അവൾ ഈ വീട്ടിലേക്ക് വരും, ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ അലോകിന്റെ അവളുടെ കല്യാണം ഒന്നും നടത്തണ്ടെന്ന് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, നിങ്ങളെന്ന് ആലോചിക്കുക. നാട്ടുകാരൊക്കെ അറിഞ്ഞ കാര്യമല്ലേ? നാട്ടുകാർ തന്നെ എന്ത് വിചാരിക്കും? ശരിയായിട്ടുള്ള കാര്യമാണോ? അപ്പോഴേക്കും ബാലൻ ഇന്ദിരാമയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, നാട്ടുകാരല്ല കാര്യങ്ങളൊന്നും നോക്കുന്നേ. എന്റെ മോളുടെ കാര്യം നോക്കുന്നത് ഞാനാണ്. എനിക്കറിയാം. ഇവനെ പോലുള്ള ഒരുത്തന്റെ കൂടെ എന്റെ മോള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്താവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മയ്ക്കറിയാലോ അമ്മയുടെ കൊച്ചുമാന്റെ സ്വഭാവം എന്താന്ന് എന്ന് പറഞ്ഞു. ഇന്ദിരാമ്മയ്ക്കാണെങ്കിൽ ഉത്തരം മുട്ടി. എന്തേലും പറയാൻ പറ്റുമോ? ഈ സമയത്ത് അനുവിനോട് ചോദിച്ചു, മോളെ നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അനു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയം അച്യുതൻ പറഞ്ഞു, അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അലോകല്ലേ തീരുമാനം എടുക്കണം, കെട്ടണോ വേണ്ടിയൊന്ന്. നിന്റെ അഭിപ്രായം എന്താടാ? നിനക്ക് ഇവളെ വേണോന്ന് ചോദിച്ചു. അലോക് പറഞ്ഞു, ഇവളെയോ? എന്റെ സ്വപ്നത്തിലുള്ള ഒരു പെണ്ണയല്ല ഇവള്. പിന്നെ ഇവളോടൊക്കെ ഞാൻ പ്രേമം നടിച്ച് വെറുതെയാ. പ്രേമം നടിച്ച് എന്തിനാന്ന് വെച്ചാല് ദേവമംഗലത്തുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ ഇവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. ഇവളെ പോലൊരു പെണ്ണിന്റെ കൂടെ ആർക്ക് ജീവിക്കാനായിട്ട് പറ്റും? ഇവളുടെ മുഖം കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് നിലത്ത് പിടിച്ച് ഒരയ്ക്കാനാ തോന്നുന്നേന്ന് പറഞ്ഞു. പറഞ്ഞ് തീരുവല്ല. ബാലൻ അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് അവന്റെ കർണ തീർത്തൊരു ഒറ്റ അടിയായിരുന്നു. അവൻ നിലത്ത് വീണു ഉരുണ്ടു. പിന്നെ അടിയുടെ പൊടി പൂരമായിരുന്നു. ഈ സമയത്ത് ഇന്ദിരാമയൊക്കെ പറഞ്ഞു, എടാ മോനെ ചെന്ന് പിടിച്ചു മാറ്റടാന്നൊക്കെ ധർമ്മനോട് പറഞ്ഞു. പക്ഷെ ധർമ്മന് നിന്നടത്തൊന്നും അനങ്ങിയില്ല. ആരും അനങ്ങിയില്ല. ആനന്ദം പോലും അനങ്ങിയില്ല. അച്യുതൻ മാത്രമാണ് പിടിച്ചു മാറ്റാനായിട്ട് ചെന്നേ. അപ്പോഴേക്കും ബാലൻ നല്ല വിധം തന്നെ അലോകിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം അച്യുതൻ പറഞ്ഞു, കണ്ടില്ലേ വീട്ടിലിരിക്കാതെ പെണ്ണുങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടിരുന്ന ബാലനെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്തിനാ അച്യുതേട്ടാ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയണ്ടാന്ന് പറഞ്ഞു. എന്താടാ നിനക്ക് അവരെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നൊന്തോ അങ്ങോട്ട്? ദേ അച്യുതേട്ടാ, അതിന്റെ ആവശ്യമില്ല. ഓ, അപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? അതെ, ഞാനും ബാലനും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. പക്ഷെ അതിന്റെ പേരിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞാണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ധർമ്മന് നല്ല കട്ടക്കലിപ്പായിരുന്നു. ഈ സമയത്ത് അടികൊണ്ട് താഴെ കിടക്കും അലോക് പതുക്കെ എഴുന്നേക്കുവാണ്. അങ്ങനെ അലോക് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുമ്പത്തേനും അച്യുതന് ദേഷ്യം അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ മോനെ നീ തല്ലുവല്ലേടാ ബാല, ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ആരിന്റെ അടുത്തേക്കാണ്. ആരിന്റെ കർണത്തിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ പൊക്കിയത് മാത്രമേ അച്യുതന് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ആ കയ്യേലേക്ക് ഒരു പിടി വീണു. ഒരു ഉരുക്കുമുഷ്ടി അങ്ങോട്ട് വീണു. നോയിക്കഴിഞ്ഞപ്പോ ബാലൻ, എടാ നിന്റെ മോന്റെ കർണത്ത് തല്ലിയാനുള്ള പ്രതികാരമായിട്ട് എന്റെ മോന്റെ ദേഹത്തങ്ങനെ നീ തൊട്ടാലുണ്ടല്ലോ പിന്നെ ഈ കൈ ബാക്കി ഉണ്ടാവില്ല. എന്റെ മോനെ നീ തൊട്ടു നോക്കടാന്ന് പറഞ്ഞു.
അച്യുതൻ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ മക്കളുടെ ആരുടെയെങ്കിലും ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബാലൻ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും നാണം കെട്ടുപോയി അച്യുതന്. എന്ത് ചെയ്യാൻ പറ്റും? വലിയ ആള് കളിച്ചങ്ങോട്ട് വന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് അലോകിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഹാരിനൊക്കെ. പിന്നീട് ഹാരിനും ആനന്ദും ആകാശും കൂടെ അങ്ങോട്ട് വന്ന അലോകിനെ പിടികൂടിയിട്ട് അലോകിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് തട്ടുന്ന പോലെ ഇട്ട് തട്ടുവാണ്. ആനന്ദ് പറഞ്ഞു, എന്റെ പെങ്ങളെ എങ്ങനെ നീ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു. ആര്യം പറഞ്ഞു, നീ എന്താടാ പറഞ്ഞേ? എന്റെ പെങ്ങളുടെ മുഖം കാണുമ്പോൾ നിനക്ക് തറയിലിട്ട് ഉരയ്ക്കാൻ തോന്നുന്നോ? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും നീ ഒന്ന് ചെയ്തു നോക്കണ, കാണിച്ചു തന്നേനം. നിന്നെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു, നിന്നെ കൊന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോയനെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, എന്റെ ചേട്ടന്മാരെ കൊണ്ടൊന്നും ഞാൻ ആ കൃത്യം നിർവഹിക്കില്ല, ഞാൻ തന്നെ നിന്നെ തീർത്തിട്ട് അങ്ങോട്ട് ജയിലിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കർണം അടിച്ച് പൊട്ടിച്ചങ്ങോട്ട് വിട്ടു. ഒടുവിൽ അവൻ കറങ്ങി തെറ്റി ധർമ്മന്റെ കയ്യിലേക്ക് വന്ന് വീഴുവാണ്. അത്രയ്ക്കുണ്ടായിരുന്നു ദേഷ്യം. കൃഷ്ണമംഗലംകാരൊക്കെ ഞെട്ടി വറച്ച് നിൽക്കുവാണ്. അമ്മാതിയായിരുന്നു പ്രകടനങ്ങളൊക്കെ. ആ സമയത്ത് ബാലൻ അനിയോട് പറഞ്ഞു, മോളെ, ഇത്രയൊക്കെ ചെയ്ത ഇവരോടൊപ്പം ഇനി നിനക്ക് കഴിയണോ വേണ്ടയോ? നീ തന്നെ ഒരു തീരുമാനം എടുക്കുക. എന്താണെങ്കിലും നിന്നെ ഇവിടെ ഞങ്ങൾ ഇട്ടിട്ട് പോകത്തില്ല, നീ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അനുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാലനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. പിന്നീട് ബാലനെ ചെന്നിട്ട് ഇന്ദിരാമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോവാം. അല്ല ബാല, അത് വേണോ? എൻ്റെ മോളെ നീ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. വേണം, അമ്മ തടയരുതെന്ന് പറഞ്ഞു. കാരണം അവളെ ഇങ്ങനെ പന്ത് കെട്ടാനും ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല. കാരണം അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ദേ എന്തിനും പോന്ന സഹോദരന്മാരുണ്ട്, ചേട്ടത്തിമാരുണ്ട്. എല്ലാവരും ഉള്ളപ്പം അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നാട്ടുകാരല്ല അവളുടെ കാര്യം തീരുമാനിക്കുന്നത്, അവളുടെ അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞു. മോളെ അനു എന്നും പറഞ്ഞുകൊണ്ട് അനുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുമ്പോഴത്തേനും ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര വിഷമം. ആ സമയം അനന്തം പറഞ്ഞു, എന്തിനമ്മ സങ്കടപ്പെടുന്നേ? ബാലിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തയ്യാറാണ്, ബാലൻ കൊണ്ടോട്ടെ, അനുവിന് പോകാൻ ഇഷ്ടമാണ്, അനു പോയിക്കോട്ടെ, അവളെ തടയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതനൊന്നും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, മോളെ, ഇനി ഈ അലോകിൻ്റെതായിട്ട് ഒന്നും നിന്റെ കയ്യിലും കാണല്ല, അതെ ഒരു നൂല് പോലും ഒരു കാണല്ല, അവൻ്റെതായ ഒന്നും അവശേഷിക്കരുതെന്ന് പറഞ്ഞു. ആ താലി അങ്ങോട്ട് പൊട്ടിച്ചെറിയാൻ പറഞ്ഞു. അനു എന്ത് ചെയ്തു? പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് ആ താലിമാല അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എറിഞ്ഞ് അവന്റെ മുഖത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയുവാണ്. താലിച്ചരട് വന്ന് അവന്റെ മുഖത്തേക്ക് വീണു. കൃഷ്ണമംഗലത്തുള്ളവരെല്ലാം അന്തം വിട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുക. എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ തന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ബാലൻ നല്ല അന്തസ്സോടെ അഭിമാനത്തോട് കൂടിയിട്ട് കൃഷ്ണമംഗലത്തിന്റെ പടി ഇറങ്ങുവാണ്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരു ഗംഭീര പ്രകടനമായിരുന്നു. ഒരു പൂരത്തിന് തീ കൊളുത്തിയതുപോലുള്ള പ്രകടനങ്ങളും കാഴ്ചകളും ആയിരുന്നു അവിടെ നടന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.